السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. അപ്പോൾ മസ്ബൂക്കായ ആള്, അതായത് ഇമാമിനെ പിന്തിത്തുടർന്ന ആളാണ്. തക്ബീർ കെട്ടി ഫാത്തിഹ ഒന്നും ഓതാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കിന് തക്ബീർ കിട്ടിയപ്പോഴേക്കിന് ഇമാമ് റുക്കൂയിലേക്ക് പോയി കഴിഞ്ഞു. അങ്ങനത്തെ ആള് ഒരു കാരണവശാലും ഇനി അവിടെ ഉജത്ത് ഓതാനോ അല്ലെങ്കിൽ ഫാത്തിഹ ഓതാനോ എന്തിന്റെ പേരിലായാലും നിൽക്കാൻ പാടില്ല. വേഗം റുക്കൂയിലേക്ക് പോകണം. കാരണം അയാൾക്ക് ആ റക്അത്ത് കിട്ടണമെങ്കിൽ ഇമാമിന്റെ കൂടെ റുക്കൂയിൽ ഒരു തുമനീനത്തിന്റെ ഖദറെങ്കിലും ഇമാമിന്റെ കൂടെ കിട്ടണം. റുക്കൂയിൽ ഇപ്പം പോകാൻ പിന്തി ഓൻ തക്ബീറും കെട്ടിക്കാണ്ട് കുറച്ച് ഓതാനായിട്ട് നിന്നു. അപ്പോഴേക്കും ഇമാമ് റുക്കൂയും കഴിഞ്ഞ് ഉയർന്നു. എന്നാ അപ്പൻ്റെ റക്അത്തിന് പോയി. പിന്നെ അവന് റുക്കൂയിലേക്ക് പോകാനും പറ്റൂല. അപ്പൊ പിന്നെ റക്അത്ത് പോയി. അപ്പൊ എന്താ വേണ്ടത്? ഇമാം ഇപ്പോൾ ഇവിടെ എത്തി, ഇമാമിന് കൂടാൻ പോകേണ്ടിരുന്നില്ല. അപ്പൊ ഇമാം റുക്കൂയിലേക്ക് പോണതിന്റെ ഇടയ്ക്ക് തന്നെ ഇമാം റുക്കൂയിൽ നിന്ന് എഴുത്തുകാർക്ക് വന്നു. അപ്പൊ ഇനി അവന് റുക്കൂയിൽ പോകാൻ പറ്റില്ല. ഇമാമിന്റെ കൂടെ എഴുത്തുകാരിൽ നിന്ന് സുജൂദിലേക്കാണ് പോവുക. അപ്പോൾ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു നോക്കണം. അവിടെ മിക്ക ആളുകളും അതറിയാതെ ഞാൻ ആദ്യം തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇമാമിന്റെ കൂടെ തന്നെ അങ്ങനെയാണ് പോകും. ഇക്കാര്യത്തിൽ ഇമാം സലാം വീട്ടുമ്പോൾ ഓനും സലാം വീട്ടും. ഓന് ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട്? ഇമാമിന്റെ കൂടെ റുക്കൂയിലാണ് തുടർച്ചവന് കിട്ടിയത്. അപ്പൊ ആ റുക്കൂയിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമെങ്കിലും ഇമാമിന്റെ കൂടെ കിട്ടേണ്ടിയിരുന്നു. അത് ഇവന്റെ വീഴ്ച കൊണ്ട് നഷ്ടപ്പെട്ടു. കാരണം അവൻ ഫാത്തിഹ ഓതാൻ നിന്നു, അല്ലെങ്കിൽ അഊദ് ഓതാൻ നിന്നു, കുറച്ചവിടെ അങ്ങനെ വെറുതെ അങ്ങനെ നിന്നു. ഈ കാരണം കൊണ്ട് അവനക്ക് ഇമാമിന്റെ കൂടെ ഒരു ചെറിയ സമയമെങ്കിലും റുക്കൂയിൽ കിട്ടിയില്ല എന്ന കാരണം കൊണ്ട് ആ റക്അത്ത് പോയിരിക്കുന്നു. അപ്പോൾ റക്അത്ത് നഷ്ടപ്പെട്ട നിൽക്കാറ് പിന്നെ നിൽക്കാറായി കൂട്ടില്ല. ഒരു 4 റക്അത്തല്ലേ, ഇമാം 3 റക്അത്തേ വെക്കുള്ളൂ. അതുകൊണ്ട് ഓരോ ഓർക്കാരും ചെയ്യാവൂല. ഇന്ന നിൽക്കാരെന്നില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അതാണ്, അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ്. അത് ശരിക്കും ശ്രദ്ധിച്ചേ പറ്റൂ. എൻ്റെ റക്അത്ത് എനിക്ക് കിട്ടണമെങ്കിൽ ഇമാമിന്റെ കൂടെ റുക്കൂഴ് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ഇമാമിന്റെ കൂടെ ഞാൻ തക്ബീർ കിട്ടിയ ഉടനെ തന്നെ റുക്കൂയിലേക്ക് പോകണം. ഞാൻ പിന്നെ അവിടെ ഫാത്തിഹക്കോ അല്ലെങ്കിൽ മറ്റൊന്നിനോ നിൽക്കാൻ പറ്റൂല. ഇതറിയേണ്ടതാണ്. ഇനി അവിടെ മറ്റൊരു വശമുണ്ട്. അതിങ്ങനെ ഇമാമിന്റെ ഒപ്പം നിൽക്കരിക്കാനില്ല, കുറച്ച് കഴിഞ്ഞിട്ടാവും വന്ന് തക്ബീർ കിട്ടി. തക്ബീർ കിട്ടിയേക്ക് തന്നെ ഒരു ഒജ്ജഹത്ത് ഓതിയിട്ട് ഫാത്തിഹ ഓതാൻ നേരം കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഈ സാധു ഒജ്ജഹത്ത് ഓതി. ഒജ്ജഹത്തിന് കഴിഞ്ഞിട്ടുള്ള അപ്പൊക്കിന് ഇമാമ അല്ലാഹു അക്ബർ റുക്കൂയിക്കാണ് പോയി. ഇവന് ഫാത്തിഹ ഓതാൻ ഒരു സമയം കിട്ടിയില്ല. അപ്പം ഒജ്ജഹത്ത് മാത്രമേ ഓതിയിട്ടുള്ളൂ. എന്നാ ഒജ്ജഹത്തും ഓതിയാണ്ട് ഇമാമിൻ്റെ കൂടെ റുക്കൂയിക്ക് പോകാൻ പാടില്ല, പറ്റൂല. കാരണം നിർബന്ധമായ ഫാത്തിഹ ഓതാതെ, നിർബന്ധമില്ല സുന്നത്തുമില്ല അപ്പൊ ഓതല്, ഒജ്ജഹത്ത് ഓതല്. കാരണം ഇമാമിന്റെ കൂടെ ഒജ്ജഹത്ത് ഓതികാണ്ട് പോയാൽ ഫാത്തിഹ ഒന്നും എനിക്ക് കിട്ടില്ല എന്ന് അറിയാലോ, അറിഞ്ഞുകൊണ്ടോ ചെയ്യല് വീഴ്ചയല്ലേ. അപ്പൊ അതുകൊണ്ട് അവൻ വീഴ്ചയായി ഇവിടെ നിന്നല്ലോ. അത്ര സമയം ഖുർആനെന്ന് ഫാത്തിഹന്ന് ഓതിയേ പറ്റൂ. അപ്പൊ ഫാത്തിഹ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ വരെങ്കിലും ഓതാമായിരുന്നു. ഇപ്പൊ ഇതിന് നിന്നില്ലെങ്കിൽ, ഇതിനെ ഈ വജ്ജഹത്ത് ഓതാൻ നിന്നില്ലെങ്കിൽ അത്രയും ഓതാമായിരുന്നു. ഉദാഹരണം പറയാണ് എന്ന് കണ്ടാൽ
ഇവൻ പിന്നെ ഇമാമിന്റെ കൂടെ തക്ബീർ കിട്ടിയാണ്ട് ഓൻ ഒജ്ജോത്ത് പോയി. ഓന്റെ ഒജ്ജോത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇമാം റുക്കുക്ക് പോയി. അപ്പൊ ഇമാം റുക്കുക്ക് പോയാലും അത്ര നേരം നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതിയിട്ട് ഉടൻ റുക്കുക്ക് പോകണം. ആ റുക്കുവിന്റെ നേരത്തെ ഇമാമ് പൊന്തിയിരില്ല. ഇമാം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാ ഓനെ യാതൊരു പ്രശ്നമില്ല. ഓന് നിൽക്കാരം ശരിയായി, ഓന റക്കായത്തും കിട്ടിയെല്ലാം ശരിയായി. മറിച്ച് ഇമാമ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഇമാമ ഓന്റെ ഹാര് പ്രകാരം പോവാണ്. അപ്പൊ ഈ മഹ്മൂമായ മസ്ബൂക്കായ ചങ്ങായി ഒജ്ജൗത്ത് ഓതിയ അത്ര കണ്ട് ഫാത്തിഹ ഓതിയപ്പോഴേക്കിനും ഇപ്പം കുഴിന്ന് മേപ്പോട്ട് പോകുന്നു. എന്നാ പിന്നെ ഇപ്പനിപ്പോ ഏത് കിട്ടൂല. ആ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഇമാമന്റെ കൂടെ റുക്കുഴയും കിട്ടിയെങ്കിലേ ഓൻ റക്കായത്ത് കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിലായതുകൊണ്ട് ഓൻ പിന്നെ സ്വന്തം ഒരു റുക്കുഴിലേക്ക് പോണ്ട, ഇമാം റുക്കുഴിന്ന് പോന്നല്ലോ. അപ്പൊ ഇമാമിന്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ സുജൂദിലേക്ക് ഒന്നിച്ച് പോവുകയും ഈ നഷ്ടപ്പെട്ടതിന് പകരം ഒരു റക്കായത്ത് തന്നെ ഇമാമിന്റെ സലാം വീട്ടലിന് ശേഷം കൊണ്ടുവരികയും വേണം. പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ്. ഇമാമിന്റെ കൂടെ റുക്കൂഴിൽ തുമനീയത്തിന് കതിരെങ്കിലും കിട്ടുക എന്നത് ഫാത്തിഹ ഫുള്ള് ഓതാൻ മാത്രം ഇവന് സമയം കിട്ടിയില്ല. ഇമാമിന്റെ കൂടെ തുറന്നതിന് ശേഷം അങ്ങനത്തെ എല്ലാവർക്കും നിർബന്ധമാണ്. റുക്കൂഴ് റക്കായത്ത് കിട്ടണമെങ്കിൽ ആ റുക്കൂഴ് കിട്ടിയേ പറ്റൂ. എന്നാ പിന്നെ ഇമാമ് ഇവനെ തൊട്ട് തഹമ്മുൽ ചെയ്തു. നഷ്ടപ്പെട്ട അത്രയും ഖിറാത്തൊക്കെ ഇമാമ് ഏറ്റെടുത്ത ഫലത്തിലാവും. പക്ഷെ ആ തഹമ്മുൽ ചെയ്യണമെങ്കിൽ റുക്കൂഴ് ഇവന്റെ കൂടെ കിട്ടണം. ഇമാമിന്റെ കൂടെ ഇവൻ റുക്കൂഴിലേക്ക് ഇമാമ് പോയി, ഇമാം റുക്കൂഴിൽ നിന്ന് പോകുന്നു. അതുവരെ ഇപ്പൊ ഫാത്തിഹ കെട്ടിച്ചിട്ട് ഇവിടെ നിന്നാൽ ഓന്റെ റക്കായത്ത് പോയി. അപ്പൊ പിന്നെ ഇമാമനെ കണ്ടുമുട്ടി കൊടുത്തുനിന്ന് ഇമാമന്റെ കൂടെ തുടർന്ന് പോയിട്ട് ഒരു റക്കായത്ത് പിന്നെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഇതാണ് ഈ മസ്ബൂക്കാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ഇത് ചിലപ്പോ ഈ മൗമൂമിങ്ങൾക്ക് അറിയില്ല. എന്നാ ഇമാം ഒരു മൊയ്ലിയരാണല്ലോ, അയാൾക്ക് വീറുണ്ടല്ലോ എന്ന നിലക്ക് അയാളെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. അതെങ്ങനെ? ഒരു കയ്യിനുള്ള സമയം ഇവിടെ കൊടുക്കുക. കുറച്ചൊന്ന് നമ്മൾ വെയിറ്റ് ചെയ്യാം. റുക്കോയിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ പോലെ ഇങ്ങനെ ശരിക്കും ഒരു വന്നോളൂ. റുക്കോയിൽ ചേർന്ന് എന്നാ ഓർക്ക് ബാക്കി എല്ലാം കിട്ടി. അപ്പൊ ഇമാമന്റെ ഭാഗത്തുനിന്ന് അതൊരു ശ്രദ്ധയുണ്ടായില്ല, മൗമൂമക്ക് അറിയുകയുണ്ടായില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഇങ്ങനെ സംഭവിച്ചു പോയാൽ തന്നെ ചില ഉസ്താദുമാർ അങ്ങനെ ചെയ്യാറുണ്ട്. പണ്ടൊക്കെ നിക്കാരം കഴിഞ്ഞേക്കന്നെ ഒരു മസല. ഇന്നിപ്പോ ഞാൻ റുക്കൂഴിൽ എത്തിയപ്പോഴാണ് കുറച്ചാൾക്കാർ വന്ന് തുറന്നത്. ആ തുറന്നു ഒരു ഉടനെ തന്നെ ഓല് വന്ന് റുക്കൂഴിലേക്ക് വന്നില്ല. ഓല് പിന്നെ നൃത്തത്തിന് നിന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടിയില്ല? ഫാത്തിഹ ഓതാൻ കഴിഞ്ഞില്ല. എൻ്റെ കൂടെ ഇമാമിന്റെ റുക്കൂഴും കിട്ടിയില്ല. അപ്പൊ അവരൊക്കെ ഒരു റക്കായത്ത് കൂടി നിസ്കരിക്കേണ്ടതാണ്. ഇപ്പൊ സമയം കുറെ ആയിപ്പോയി. ഇത് ലാസ്റ്റിലിപ്പോ ഇയാൾ പറയണത്. അതുകൊണ്ട് ഈ നിസ്കരിച്ചോലൊക്കെ നിൽക്കാറൊന്നും മടക്കേണ്ടതാണ്. സമയം കുറെ കഴിഞ്ഞാൽ പിന്നെ ഒരു റക്കായത്ത് നമുക്ക് വെച്ച് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുത്താൽ ഇത് ഒരു ജീവിതത്തിലൊരനുഭവം അത് മറക്കൂല. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ കൂടി നല്ല അങ്ങനത്തെ ഒന്ന് സംഗതി പറഞ്ഞു കൊടുത്താൽ അത് ഈ ഇമാമിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും ഈ ജമാഅത്തിൽ കൂടെ വലിയ ഫളിലിട്ടാണ് ജമാഅത്ത്. പക്ഷെ ജമാഅത്ത് കൂടെ ഫളിലല്ല, ഒന്നാകെ പോയി നിസ്കാരം പോയി. പിന്നെ ആ നിസ്കാരമൊന്നും ചെയ്യണില്ല, ആ ചേർക്കുണ്ടാവുകയാണ് നമ്മൾ കാണുന്നത്. അപ്പം നാളെ ഞാനൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു വഴിക്കുന്ന വരിക, മുക്കത്തൊരു സ്ഥലത്ത് കയറിയപ്പോ കുറച്ചാൾക്കാർ തീ പറഞ്ഞാൽ തുടർന്നപ്പോ നമ്മൾ റുക്കോയിലേക്ക് പോയി. അതിൻ്റെ ശേഷം തുടർന്നു. പക്ഷെ ആ തുടർന്നുപോലെ റുക്കോയിൽ എത്തിക്കോട്ടെ എന്ന നിലക്ക് ഈ ഇമാമത്ത് നാളെ അവിടെ ശ്രദ്ധിച്ചുമില്ല. ഇമാമ മൂന്നട്ടം സുബ്ഹാനല്ലാഹിം വബിഹംദിഹിം പറഞ്ഞിട്ട് അയാള് എഴുന്നേറ്റു. അയാൾ എഴുന്നേറ്റപ്പോ ഈ കൂട്ടരുണ്ടല്ലോ, അക്കൂട്ടര് ഇമാമിന്റെ കൂടെ പിന്നെ അങ്ങനെ തുറന്നു പോയി.
എന്നാ റക്കായത്ത് അവസാനം കൊണ്ടുവരേ, അവിടെ ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു റക്കാത്തും കൂടി കൊണ്ടുവരണം, നമ്മള് വേഗം ചേർന്നാണ് നിൽക്കിച്ചാൽ മതിയായിരുന്നു. അപ്പം എല്ലാവരും പലയിടത്തും വീക്കാണ്ട് പിന്നെ നെയ്യത്തൊക്കെ റക്കാത്തിന് കിട്ടിയിടണം. നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, അതും കൂടെ ഓർക്ക് അറിയില്ല. റക്കാത്ത് കൂട്ടി ഇരിക്കേ വേണ്ടുള്ളൂ. അപ്പൊ അവരൊക്കെ സ്വപ്നൊക്കെയാണ് പോയിക്കാണ്ട് അവിടെയും ഇവിടെയൊക്കെ പോയി നിന്നാണ്ട് റക്കാത്തും കൂടെ നിൽക്കേച്ചു. ഈ റക്കാത്ത് വിൽക്കാൻ പറ്റില്ല. അപ്പൊ ഈ വിവരമില്ലായ്മയാണ് ഇതിനൊക്കെ കാരണം. മസ്ബൂക്കൻ മസലൊക്കെ ശരിക്കും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ജനങ്ങളത് എന്തായി പോകും. ക്ലാസ്സിൽ കൂടിയും ഒക്കെ പറഞ്ഞാലും ഇത് ഓരോ സമയത്ത് വരുമ്പോൾ പിന്നെയും ഇതൊക്കെ ഇഷ്കാലമാണ്. പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ഒന്നുകൂടെ ഇമാമിന്റെ അടുത്ത് അതിന്റെ ഒരു ബോധം ഉണ്ടാവണം, അല്ലെങ്കിൽ മൗമൂമന് ഇതിനെപ്പറ്റി അറിയണം. അപ്പൊ അതൊരു വലിയ സംഗതിയാണ്. മസ്ബൂക്കിന്റെ നിസ്കാരം പലപ്പോഴും തെറ്റിപ്പോകുന്നത് ഇങ്ങനത്തെ കാരണങ്ങളെ കൊണ്ടാണ്. ഏതായിരുന്നാലും ആ മസ്ബൂക്കിന്റെ ഫാത്തിഹ മുഴുവൻ കിട്ടിയില്ലെങ്കിൽ കിട്ടിയിടത്തോളം കിട്ടി, ബാക്കിയുള്ളത് ഇമാമു തഹമ്മൽ ചെയ്യും, ഏൽക്കും എന്ന് പറയുന്നത് തന്നെ ഇവന്റെ വീഴ്ച കൊണ്ട് ഫാത്തിഹ ഓതാൻ കഴിയാതെ വരുന്നവരുത്, ഓന്റെ വീഴ്ച കൊണ്ട്. ഇനി ഓന്റെ വീഴ്ചയിൽപ്പെട്ടതാണ് ഒജ്ജഹത്ത് കൊണ്ട് ജോലിയായി. ഒജ്ജഹത്ത് ഓതിയ പോകിന് ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, എത്ര കണ്ട് ഫാത്തിഹ ഒജ്ജഹത്ത് ഓതി അത്ര സമയം ഫാത്തിഹ ഓതാൻ ഉപയോഗിക്കണം. അതുവരെ ഇമാം റുക്കുഴ്ത്താൻ അങ്ങനെ നിന്നു എന്നാ പ്രശ്നമൊന്നുമില്ല. ഇമാം അതൊന്നും ശ്രദ്ധിച്ചില്ല, ഓന്റെ ഇതനുസരിച്ചൊക്കെ അവനെ പോയി. ഇവനാണെങ്കിൽ അത്ര ഫാത്തിഹ ഓതിയപ്പോഴേക്കിനെ ഇമാം റുക്കുഴിൽ നിന്ന് പോന്നു. എന്നാ പിന്നെ ഇപ്പം റുക്കുഴിക്ക് പോവുകയും ചെയ്യരുത്. ഇമാമിന്റെ കൂടെ റുക്കുഴിക്ക് കിട്ടണില്ലല്ലോ, പിന്നെ വെറുതെ ഒറ്റക്ക് റുക്കുഴിക്ക് പോയിട്ടൊരു കാര്യമില്ല. പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് റുക്കുഴിക്ക് പോയാൽ ആ പോയതുകൊണ്ട് കരം പറ്റില്ല. കാരണം ഒരു റുക്കുഴിനെ കൽപ്പിച്ച് കൂട്ടി അന്തൻ സായിതയാക്കി ഏറ്റി. അപ്പൊ റുക്കുഴി ചെയ്യരുത്. റുക്കുവിലേക്ക് പോകേണ്ടതില്ല എന്നല്ല, പോകാൻ പാടില്ല. ഓനാ നിസ്കാരത്തിൽ ഒരു റുക്കുഴി പുതിയതായി ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഈ സംഗതികളൊക്കെ മൗമൂമിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. മസ്ബൂക്കൊക്കെ ആകുമ്പോൾ മസ്ബൂക്കാകുക പറഞ്ഞാൽ നമ്മൾ സാധാരണ പള്ളിയിലൊക്കെ എപ്പോഴും വരുന്ന സംഗതിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇമാമിനെ കുറച്ചൊരു സൂക്ഷ്മത ഉണ്ടായ തിരക്കടില്ല. എന്നാ ബല നിൽക്കാരും തകരാറാകണ്ട, എൻ്റെ കൂടെ റുക്കുഴിക്ക് ഒരു കിട്ടിക്കോട്ടെ എന്ന് വെച്ചോ 2 മിനിറ്റ് ഒന്നാണ് നീട്ടിയാൽ ഓർക്ക് ആ റുക്കുഴും കിട്ടി, നിൽക്കാരത്തിന് തകരാറില്ല. ഇല്ലെങ്കിൽ ഇതൊക്കെ വരും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വന്നാൽ അഥവാ അങ്ങനെ സംഭവിച്ചു പോയി അത് ബയാൻ ചെയ്തു നോക്കാം. നിൽക്കാരം കഴിഞ്ഞേക്കന്നെ ഇപ്പം അങ്ങനെ അബദ്ധം പറ്റി, അവിടെ ചെയ്യേണ്ടത് അങ്ങനല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഓരോ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമായതുകൊണ്ട് അതുപോലും മറക്കൂല, വലിയ ഉപകാരപ്പെടും. പിന്നെ ഇനി പറയാനുള്ളത് തുടർച്ചന്റെ സംഗതിയാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ സിഹത്തിന് ആവശ്യമായ സംഗതികളപ്പോൾ പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരുന്നത്. തുടർച്ചന്റെ സവാബ് കിട്ടലിന് സിഹത്തിന്റെ പുറത്തും കുറെ കാര്യങ്ങളും കൂടി വേണ്ടി വരും. സിഹത്തുണ്ടായിച്ചിട്ടൊക്കെ എന്തായിക്കൊള്ളുന്നില്ല, സവാബ് കിട്ടുന്ന അവസ്ഥ ഉണ്ടായിക്കൊള്ളില്ല. സവാബ് കിട്ടുന്ന അവസ്ഥ ഉണ്ടാണെങ്കിൽ സിഹത്തിന്റെ പുറമെ സവാബിനെ നഷ്ടപ്പെടുത്തി കളയുന്ന സംഗതികളൊന്നും ഉണ്ടാവരുത്. ഭയപ്പെട്ടാണ് സവാബിനെ പോക്കിക്കളയുന്ന സംഗതിപ്പെട്ടാണ് ഇമാമിന്റെ കൂടെ ഈ ചലനങ്ങളൊക്കെ ഒപ്പത്തിനൊപ്പം പോവുക. അതൊരു ശരിയില്ല. എപ്പോഴും ഇമാമ് അടുത്ത റുക്കനിലേക്ക് എത്തിയ ഉടനപ്പം ഈ റുക്കനിന്ന് പോവുക. ഉദാഹരണം പറയാം, ഇമാമ് സുന്നിലേക്കാണ് പോവാണ്, മൗമൂമ ആയതിനെ പോയി അവിടെ എത്തി, ഞങ്ങൾ കണ്ട് വരികയാറുണ്ട്. ഇങ്ങനെ ഒരു രീതി ഉണ്ട് ചില ആൾക്കാർക്ക്, അത് ശരിയല്ല. അങ്ങനെയാണ് അടുത്ത റുക്കനിലേക്ക് ഇമാമ് എത്തിയ ഉടനെ ഇവൻ മുമ്പുള്ള റുക്കനിൽ നിന്ന് പോവുക. അതാണ് അങ്ങനെ ഒരു ചെറിയ ഏത് ഒപ്പത്തിനൊപ്പം രണ്ടാളും ഒപ്പം ഇങ്ങനെ പോവുക വരിക, എല്ലാം ഒപ്പം. അത് ജമാഅത്തിന്റെ കൂലിനെ നഷ്ടപ്പെടുത്തിക്കളയും.
സൂക്ഷിക്കേണ്ട ഒരു വിഷയം. ഇമാമിനെക്കാണ് തഖദ്ദുമിനെ പറയേണ്ടതില്ല, മുന്തല് തുടർന്നാളൊക്കെ പിന്തിയല്ല ചെയ്യേണ്ടത്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹി, നിശ്ചയം ഇമാമനെ നിശ്ചയിക്കപ്പെട്ടത് അവനോട് തുടരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാ റസൂൽ പറഞ്ഞ അവൻ റുക്കൂ ചെയ്താൽ റുക്കൂ ചെയ്തോളി, അവന്റെ മുമ്പ് തന്നെ റുക്കോയ്ക്ക് പോവല്ല. ആമീൻ പറഞ്ഞിടത്ത് മാത്രമാണ് ഒപ്പത്തിനൊപ്പം നടക്കുന്ന സംഗതി. അതുകൊണ്ട് കുറ്റം വരൂല, സവാബ് പോവില്ല. സവാബ് ഒപ്പം ആകണം, നേരിടെ സവാബ് കിട്ടുള്ളൂ. അതിനൊരു കാരണമുണ്ട്. ഇമാമ് ആമീൻ പറയുന്ന ആ സമയത്താണ് മലായിക്കത്തിന് ആമീൻ പറയാം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നാണ് പറയുമ്പോ അവ ആമീൻ പറയാം. ആ സമയത്താ മലായിക്കത്തിന് ആമീൻ. അപ്പൊ നമ്മളെ ആമീനും മലായികത്തിന് ആമീനും എല്ലാം ഒപ്പത്തിനൊപ്പമായി കിട്ടിയത് വലിയ ഫൗലാണ്. അപ്പൊ അതുകൊണ്ട് ആമീൻ പറഞ്ഞിടത്ത് മാത്രം ഇമാം പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് പറയാന്ന് വെച്ചാൽ കാത്തിക്കരുത്. എന്നാ ഇമാമിന്റെ മുമ്പും ആകരുത്. ചിലടത്ത് വലല്ലാഹ് തുടങ്ങി വലല്ലാന്ന് പറഞ്ഞിട്ടുള്ള ആര് ഇമാമ. അപ്പോ അത് ശരിയല്ല. ഇമാമ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ആമീൻ ഇമാം പറയല്ലോ. അപ്പൊ അതിങ്ങനെ പ്രതീക്ഷിക്കുക, അതിന്റെ കൂടെ നമ്മൾ ആമീൻ പറയാം. അപ്പൊ അവന്റെ ആമീന്റെ ഒപ്പം നമ്മളും ആമീനും ആകുമ്പോ മലായികത്തിന് ആമീന്റെ ഒപ്പം നമ്മളും ആമീൻ പറഞ്ഞ മാതിരി ഇപ്പൊ. അപ്പൊ അത് വലിയ ഫദ്ല. ആ ഒരു സംഗതിയാണ് ഇപ്പൊ ഇമാമിന്റെ കൂടെ ചെയ്യുക, എന്നാലും ഫദ്ല കിട്ടും പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ ഇമാമിന്റെ ശേഷം ഇമാമിനെ തൊട്ട് അതിങ്ങനെ പിന്താണം. അപ്പോഴേ ഇമാമാണിയത്തുള്ളൂ. ചില നമ്മളെ ഇമാമായിട്ടൊരാളുണ്ട്, ആ എല്ലാത്തിനും മുന്നിൽ കണ്ടേ. ഈ മൗമുമായ ബന്ധനെ മുന്നിലായ പറ്റൂ, അത് പാടില്ല. മൗമൂ പറഞ്ഞാൽ തന്നെ അങ്ങനല്ലേ, ഓൻ പിന്തി തുറന്ന ആളാണ്. ഓൻ്റെ അടുത്താതൊരു തഖദ്ദുമ് അല്ല തഖദ്ദുമ് ഓനക്ക് കൊടുത്ത് ഇമാമിനിക്ക് കൊടുത്തിട്ട് ഇവന്റെ ഭാഗത്ത് താഖുറ് പിന്തൽ വേണം. അപ്പൊ ഇമാം റുക്കൂഇലേക്ക് പോയി അപ്പൊ ബനം പോവാ. ഇമാം റുക്കൂഇൽ നിന്ന് പൊന്തുമ്പോ ഇമാം പൊന്തിന് ശേഷം ബനം പൊന്തുക. എന്നല്ല എല്ലാത്തിനും ഇമാമിന് ഇങ്ങനെ മുൻകടന്ന് പോകാൻ പാടില്ല. ചിലപ്പോ അത് വലിയ അബദ്ധം ഉണ്ടാക്കും. ഒരു മുൻകടക്കല് കൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ട് മുൻകടക്കൽ അങ്ങനെ വന്നു പോയാൽ ഇമാമ് റുക്കൂഇലേക്ക് പോണതിന് മുമ്പ് ഇപ്പം റുക്കൂക്കാണ്ട് അങ്ങനെ ഇപ്പം റുക്കൂയിലായിക്കെ ഇമാം റുക്കൂകൾ എത്തുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് റുക്കൂന്ന് വെച്ചാലും കൊണ്ടുപോകുന്നു. അപ്പൊ ഇമാമിന്റെ കൂടെ ഇപ്പൊ രണ്ട് റുക്കൂലിലോ ഇമാമിന്റെ കൂടെ ഒരുമിച്ച് കൂടിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു നിസ്കാരം ബാത്തിലാവുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ വന്നു പോകുന്ന സംഗതികളാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ മൗമുമായി നിൽക്കുന്നവർ ഇമാമിനെ തൊട്ടൊരു ചെറിയ നിലക്ക് പിന്തി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നമൊന്നുമില്ല. എപ്പോഴേ ഇമാമാവുള്ളൂ, ഇപ്പം മൗമൂമുള്ളൂ. ആ നിലക്ക് തുടർച്ച സൂക്ഷിക്കുമ്പോഴാണ് തുടർച്ചയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഫضലും കിട്ടുക. റസൂലുള്ളാഹിക്ക് വലിയ ഫضലുണ്ട്, ജമാഅത്തിനും വലിയ ഫضലുണ്ട്. പക്ഷെ ചെറിയ സംഗതി കൊണ്ട് ആ ഫضലൊക്കെ പോവുകയും ചെയ്യും. ഇത് ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്ന് മാത്രം ഇപ്പോൾ ഓർമ്മപ്പെടുത്തി തൽക്കാലം നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.